Hey guys, welcome back to my channel. It's Rohit here. So, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് പോളണ്ടിൽ എങ്ങനെ ജോലി കണ്ടെത്താം, അതേപോലെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഏതെല്ലാം കമ്പനീസ് അപ്ലൈ ചെയ്യാം എന്നുള്ളത്, അതേപോലെ അതായത് ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കൊക്കെ കേരളത്തിൽ നിന്ന് എങ്ങനെ ജോലി അപ്ലൈ ചെയ്ത് പോളണ്ടിലേക്ക് വരാം. പ്ലസ് എന്താണ്, നിങ്ങൾ പോളണ്ടിൽ ഓൾറെഡി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു ജോലി കണ്ടെത്താം, എന്തെല്ലാമാണ് ജോബ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ പോളണ്ടിലേക്ക് പഠിക്കാൻ വരികയാണ് 2024 അപ്പം ഇൻടേക്സും കാര്യങ്ങളൊക്കെ വരാറായി. അപ്പം പോളണ്ടിലേക്ക് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ജോലി കണ്ടെത്താം, ഇവിടെ പോളണ്ടിൽ വന്നതിന് ശേഷം എങ്ങനെ ജോലി കണ്ടെത്താം, എത്രത്തോളം സമയം എടുക്കും, ഇതിനെക്കുറിച്ചുള്ളൊരു എന്താ പറയുക ഓവർവ്യൂ ആണ് ഞാൻ തരാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് രോഹിത്. ഞാൻ ഇവിടെ പോളണ്ട് വന്നിട്ട് ഇപ്പം മോർ ദാൻ 5 years ആയി. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം വന്നത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വർക്ക് വിസയിൽ വന്ന ആൾക്കാരുണ്ട്, അതേപോലെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട്, അത് ജോലി ആയിട്ട് ഇവിടെ നിന്ന ആൾക്കാരുണ്ട്, അതേമാതിരി ജോലിയൊന്നും കിട്ടാതെ ഒരു ഗതിയില്ലാണ്ട് തിരിച്ചു പോയ ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് പോളണ്ട് ഞാൻ എടുത്തൊരു ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊരു പ്ലേസ് ആണ് ഇപ്പോഴും. ഇനി വരുന്ന കൊല്ലങ്ങളിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ലാൻഡ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ നല്ലൊരു ജോലി കണ്ടെത്തി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി ആയിരിക്കും. സോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2019 മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നത്. പഠിത്തം കഴിഞ്ഞു, ജോലി കിട്ടി, ജോലി കയറി. പക്ഷെ ഇതൊരു ഈസി ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് വെച്ചാൽ ആയിരുന്നില്ല മുന്നേ. പക്ഷെ ഇപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം എന്താണെന്ന് പറയാം, 2019 ആ ഒരു സമയത്ത് അധികം കമ്പനീസോ കാര്യങ്ങളോ പോളണ്ടിലില്ല. കമ്പനീസ് ഉണ്ട്, പക്ഷെ അവരധികം പ്രിഫർ ചെയ്തിരുന്നത് പോളിഷ് സ്പീക്കേഴ്സിനെ ആയിരുന്നു. പക്ഷെ ഇൻ ദ റീസെന്റ് ഇയേഴ്സ്, അതായത് വരുന്ന കുറച്ച് 2020, 2021, 2022 ആ ഒരു സമയങ്ങളിൽ ഒരുപാട് കമ്പനീസ് ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് മൾട്ടിനാഷണൽ കമ്പനീസ്, പുറത്തുള്ള ഇന്റർനാഷണൽ കമ്പനീസ് ഒക്കെ പോളണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. വൈ? കാരണം ഇത് സെൻട്രൽ യൂറോപ്പാണ്. സെൻട്രൽ യൂറോപ്പ് എന്ന് പറയുന്നത് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള ഈസി ആക്സസ് ആണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർക്ക് യൂറോപ്പിൽ ഏറ്റവും ചീപ്പായിട്ടും അതേപോലെ ഏറ്റവും ഫാസ്റ്റായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ യൂറോപ്പാണ്. നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാൻ എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ അതേപോലെയുള്ള ഒരു സ്ഥലമാണ് പോളണ്ട് എന്നുള്ളത്. അതേപോലെ ഇവിടെ കറൻസി എന്ന് പറയുന്നത് സ്ലോട്ടിയാണ്, യൂറോ അല്ല. അപ്പം ഇപ്പം പൗണ്ടോ ഡോളേഴ്സോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ചീപ്പാണ്, ലേബർ ചീപ്പായിരിക്കും. അതേപോലെ ഇപ്പം അവിടെ $100 ഇടുന്നിടത്ത് ഇവിടെ അത്ര $100 കൊടുക്കേണ്ടി വരും, $50 മതിയായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനീസ് ഇവിടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. സോ ഞാൻ വന്ന സമയത്തുള്ള പ്രശ്നം പാർട്ട് ടൈം ജോബ്സ്. നിങ്ങളിപ്പം പഠിക്കാൻ വരികയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു കൺസേൺ ആയിരിക്കും, നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടുമോ, ഇനി സാലറി എത്ര കിട്ടും എന്നുള്ളതൊക്കെ. സോ ഞാൻ വന്ന സമയത്ത് പാർട്ട് ടൈം ജോബ്സ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു. കാരണം പോളിഷ് ലാംഗ്വേജ് വാസ് എ മസ്റ്റ്. കാരണം നിങ്ങളിപ്പോൾ ഒരു കടയിൽ നിൽക്കുകയാണെങ്കിൽ എന്താ വേണ്ടത്, വരുന്നതൊക്കെ ലോക്കൽ കസ്റ്റമേഴ്സ് ആയിരിക്കും മെജോറിറ്റി. ഇന്റർനാഷണൽ പീപ്പിൾ ഉണ്ട്, പക്ഷെ എന്നാലും ശരി അധികം വരുന്നത് ലോക്കൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. ലോക്കൽ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ സംസാരിക്കണം, ഒരു ഇൻഫർമേഷൻ അവർക്ക് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിഷ് അറിഞ്ഞിരിക്കണം. സോ ഇറ്റ് വാസ് എ മസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിഷ് ലാംഗ്വേജ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഡിഫിക്കൽട്ടാണ്. പക്ഷേ എല്ലാ ടൈപ്പ് പാർട്ട് ടൈം ജോബ്സ് ഒന്നും പറയുന്നില്ല ഞാൻ. ഊബർ ഉണ്ട്, ഊബർ ഡ്രൈവ് ഉണ്ട്. പ്രീവിയസ്ലി അത് ഞാൻ എന്താ പറയുക ഒരു വലിയൊരു പോപ്പുലർ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേരിനപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പ്ലസ് ഊബർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലൈസൻസ് എടുത്താൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഊബർ ഈസ്, അതായത് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റും, പിന്നെ പിസ്സ ഡെലിവറി, അങ്ങനത്തെ ഒരുവിധം ജോലികളൊക്കെ ഇപ്പം ഉണ്ട്. അന്നുണ്ടായിരുന്നില്ല. കാരണം ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് ഇങ്ങനത്തെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേക്കൻസീസും വരുന്നുണ്ട്. അപ്പം ഞാനൊരു 100% ഗ്യാരണ്ടി പറയുന്നില്ല നിങ്ങൾക്ക് മസ്റ്റായിട്ട് വന്നാൽ പിറ്റേ ദിവസം പാർട്ട് ടൈം ജോബ് കിട്ടും, അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ജോലി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ കോൺടാക്ട്സും കാര്യങ്ങളും തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഊബർ ഡ്രൈവ് ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ എങ്ങനെ അതിലേക്ക് ചെയ്യാം. ഊബർ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പം ഒരു വണ്ടി കാര്യങ്ങളൊക്കെ ഒരു ഏജൻസി തരും. നിങ്ങൾ ജസ്റ്റ് അവർക്ക് ഒരു വീക്ക്ലി ഒരു പേയ്മെന്റ് അവർക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ഡിപ്പെൻസ് ഓൺ ദ കാർ, ഒരു 700 സ്ലോട്ടി അല്ലെങ്കിൽ ഒരു 600 സ്ലോട്ടി 700 സ്ലോട്ടി നിങ്ങൾ വീക്ക്ലി ആൾക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ക്യാബ് റെന്റ് ചെയ്യാം, നിങ്ങൾക്ക് 1 വീക്ക് വണ്ടി ഓടിക്കാം. വണ്ടിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് മെയിൻ്റെനൻസ് ഒന്നുമില്ല, ഫ്യൂൽ മാത്രം.
എല്ലാം കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സേവിങ്സ്, അതേമാതിരി നിങ്ങളെ ഫീസ് അടയ്ക്കാനുള്ള പൈസ നിങ്ങൾക്ക് ഊബർ ഡ്രൈവ് ചെയ്താൽ തന്നെ കിട്ടും. ഇനി അതല്ല റിസ്കി ആയിട്ടുള്ള, നിങ്ങൾക്ക് റിസ്കി ആയിട്ടാണ് തോന്നുന്നുണ്ട് ഓക്കെ ഡ്രൈവ് ചെയ്യണം എനിക്ക് അതറിയില്ല ഇതറിയില്ല നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഊബർ ഈറ്റ്സ് ചെയ്യാം. നിങ്ങൾക്ക് ട്രാവലിന് പോയി ബസ്സിന് പോയിട്ടൊക്കെ ഫുഡ് ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് ഫുഡ് പോയി ഡെലിവറി ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടാവും. റെസ്റ്റോറൻറ്റ്സിൽ അങ്ങനത്തെ എന്താ പറയുക ക്യാഷ്യറായിട്ട് നിൽക്കാം, അങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ലാംഗ്വേജ് ഒരു പഠിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും, അല്ലാന്നുണ്ടെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും. അതാണ് പാർട്ട് ടൈം ജോബ്സിന്റെ കേസിൽ. ഇനി ഫുൾ ടൈം ആകുമ്പോൾ ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫുൾ ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ഒരു മിനിമം, ഭയങ്കര ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഫ്ലുവൻസി ഒന്നും ആവശ്യമില്ല. പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾക്ക് ഒരാളുടെ ബബ്ബ അടിക്കാതെ നിങ്ങൾക്കൊരു സാധനം കൺവേ ചെയ്യാൻ പറ്റണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നല്ലൊരു റെസ്യൂമേ ഉണ്ടാക്കണം. നല്ലൊരു റെസ്യൂമേ ഉണ്ടായിരിക്കണം. കാരണം ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ ഉണ്ടായിരിക്കണം. ഇനി ATS ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരാളെ, സപ്പോസ് നമുക്കൊരു പേരെടുക്കാം, വിഷ്ണു അല്ലെങ്കിൽ അക്ഷയ്, ഇങ്ങനെ ഏതെങ്കിലും 2 ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട് അക്ഷയ്. നിങ്ങളിപ്പോൾ ഒരാളെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം, ഈ പേര് അടിച്ചു കൊടുക്കും ഫേസ്ബുക്കിൽ. ഓക്കെ, കുറച്ച് റിസൾട്ട് വരുമ്പോൾ അതിൽ മാച്ചിങ് ആയിട്ടുള്ള ആളാരാ നോക്കും. സെയിം ലോജിക്കാണ് ഒരു HR ഒരു കമ്പനിയിൽ യൂസ് ചെയ്യുക. അവർക്കൊരു ജോബ് പോസ്റ്റിംഗ് ഉണ്ട്, ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിംഗ് ഉണ്ടെന്ന് വെച്ചോളൂ. അക്കൗണ്ട് പോസ്റ്റിംഗ് ഓക്കെ, ഇന്നെ സാപ്പ് അറിഞ്ഞിരിക്കണം, അതറിഞ്ഞിരിക്കണം, ഇതറിഞ്ഞിരിക്കണം എന്നിട്ട് ഒരു ലിസ്റ്റ് ഇട്ടുണ്ടാവും, റിക്വയർമെന്റ്സ് ഇട്ടുണ്ടാവും. ഇവർ ഈ ഒരു സാധനം എന്ത് ചെയ്യും, ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് സ്കാൻ ചെയ്യും. സോഫ്റ്റ്വെയർ വെച്ചിട്ട് റെസ്യൂമേ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ ഇട്ടിട്ടുള്ള പൊസിഷൻസ് നമ്മളെ റെസ്യൂമേയിലുള്ള കീവേഡ്സ് തമ്മിൽ മാച്ചിങ് ആണോ, മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ആ റെസ്യൂംസ് ഷോർട്ട് ലിസ്റ്റ് ആവും. ഇതാണ് മിക്ക കമ്പനീസും ചെയ്യുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, സപ്പോസ് നിങ്ങൾക്ക് ഒരു പൊസിഷൻ തന്നെ ഒരു 100, 200, 500 അപ്ലിക്കൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇരുന്ന് മാനുവലി റീഡ് ചെയ്യുന്നത് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് മിക്ക കമ്പനീസും ചെയ്യുന്നത് ഇങ്ങനത്തെ ഓരോ സോഫ്റ്റ്വെയർസ് ആയിരിക്കും ഇങ്ങനത്തെ ഓരോ ജോലികൾ ചെയ്യാം. അപ്പം നിങ്ങളെ റെസ്യൂമേ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ മതി, ഹൗ ടു മേക്ക് മൈ റെസ്യൂമേ ATS ഫ്രണ്ട്ലി, അല്ലെങ്കിൽ അതേമാതിരി ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിലൊന്ന് എന്ത് ചെയ്യാം, നോക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇനിയിപ്പം അതെങ്ങനെയാണെന്ന് അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഹൗ ടു ഡു ദാറ്റ്, അതിനെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം ഒരു ഓവർവ്യൂ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന, അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് എന്താ പറയുക വല്ല വെബ് പേജോ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, കമന്റിൽ മെൻഷൻ ചെയ്തിട്ടാണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാറാണ്, ഒരു നല്ലൊരു ATS ഫ്രണ്ട്ലി റെസ്യൂമേ ഉണ്ടായിരിക്കണം, ഒരു നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. കാരണം ഇപ്പം നിങ്ങൾ പോളണ്ടിൽ വന്നിട്ടുള്ള മിക്ക ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും ഒരു 90% ആൾക്കാരും ജോലി അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുള്ളത് ലിങ്ക്ഡിൻ ത്രൂ ആയിരിക്കും. കാരണം ലിങ്ക്ഡിൻ ആണ് ഇവിടെ മെജോറിറ്റി ഓഫ് ദ കമ്പനീസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഗ്ലാസ് ഡോർ ഉണ്ട്, ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഗ്ലാസ് ഡോർ എന്നൊരു ജോലി എനിക്ക് കിട്ടിയൊരു ജോലി ഞാൻ ഗ്ലാസ് ഡോർ ത്രൂ ആണ് അപ്ലൈ ചെയ്ത്. പക്ഷെ ബാക്കിയെല്ലാം ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ ആണ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം. നിങ്ങളും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവാം. ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അത്യാവശ്യം നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വേക്കൻസികൾ. ഇപ്പം എന്താ പറയുക, നമ്മൾ ഓരോ സെലിബ്രിറ്റീസിനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഓരോ കമ്പനി ഉണ്ടാവും. BNY, സിറ്റി ബാങ്ക്, EY, ഡിലൈറ്റ്, ഒരുപാട് BMW, ബെൻസ്, ടെസ്ല, ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുക, ലിങ്ക്ഡിനിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇവരെ ജോബ് പോസ്റ്റിംഗ് ഉണ്ടാവും. എന്തെല്ലാം ജോലികൾ ഇന്ന സ്ഥലത്ത് ഇവർക്ക് വേക്കൻസി ഇട്ടുകൊണ്ട് ലിസ്റ്റ് വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നോക്കാം, അതിൽ അപ്ലൈ ചെയ്യാം. അതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റെസ്യൂമേ ഓക്കെയാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോൾ ആയിരിക്കാം, ചിലപ്പോൾ ഇമെയിൽ ആയിരിക്കാം. ഇതിന് രണ്ടിനും വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. ഒരു പോളണ്ട് ഒരു പോളണ്ടിൽ വന്നിട്ട് നിങ്ങൾ സിം എടുത്തിരിക്കണം. ഒരു പോളിഷ് ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, പ്ലസ് ഒരു ഇമെയിൽ ID. ഐ വിൽ ഹൈലി റെക്കമെൻഡ് ടു യൂസ് ദാറ്റ് ഇമെയിൽ ID ഓൺലി ഫോർ യുവർ പ്രൊഫഷണൽ പർപ്പസ്. അതായത് നിങ്ങൾ ഈ ഒരു ഇമെയിൽ ID നിങ്ങളുടെ പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിരിക്കുന്നത് നന്നാവും. കാരണം നിങ്ങൾക്ക് ഇമെയിൽസ് ഒരുപാട്, അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇമെയിൽസ്, ഓക്കെ താങ്ക് യു ഫോർ അപ്ലൈ എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ റിജക്ഷൻ ഇമെയിൽ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഇമെയിൽസ് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ജോബ് ലിസ്റ്റിങ്ങിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഏറ്റവും നല്ലത് നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യത്തിന് മാത്രമായിട്ട് ഒരു ഇമെയിൽ ID യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും. കാരണം നിങ്ങളിപ്പം വേറെ വല്ലതിനൊക്കെ ഓരോ പേജിൽ കയറുമ്പോഴും സൈനപ്പും ഓരോ സാധനത്തിനും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ സെയിം ഇമെയിൽ ID യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻസ് അതൊക്കെ ഇങ്ങനെ വന്നിട്ട് തൗസൻഡ്സ് ഓഫ് ഇമെയിൽസ് ഒക്കെ വന്നിട്ട് നമ്മൾ അതിനിടയിൽ കാണാതെയൊക്കെ, അപ്പോൾ നമ്മൾ അറിയാണ്ട് മിസ്സായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്.
അപ്പം അങ്ങനെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ലിങ്ക്ഡ് ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം, പിന്നെന്താണ്, ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം, നല്ലൊരു ATS ഫ്രണ്ട്ലി ആയിട്ട് റെസ്യൂമേ ഉണ്ടായിരിക്കണം, ഒരു Gmail ID അതേപോലെ തന്നെ. അത്രയേ ഉള്ളൂ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. അതും വേറൊരു കാര്യം. പക്ഷെ എല്ലാ ജോലിക്കും ഞാൻ പറയുന്നില്ല. ചില എൻട്രി ലെവൽ ജോബ്സ് ഉണ്ട്, അതിനൊന്നും എല്ലാത്തിനൊന്നും ഇതേപോലെ എന്ത് ചോദിക്കുന്നില്ല. റിക്വയർമെന്റ്സ് ഹൈ ആയിട്ടുള്ള റിക്വയർമെന്റ്സോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചില ജോലിക്ക് ചോദിക്കുമ്പോൾ ഓക്കെ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 99% മാർക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന കമ്പനീസ് ഉണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനീസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. റയറായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മെക്കിൻസ്കി എന്ന് പറഞ്ഞ കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട് ഓക്കെ അക്കാദമിക്സിൽ നിങ്ങൾക്ക് നല്ല ഔട്ട്സ്റ്റാൻഡിങ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ കമ്പനീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടി വരും. പക്ഷെ അല്ലാതെ ഇപ്പം എന്താ പറയുക BNY സിറ്റി, JP, EY, പിന്നെന്താ പറയുക GN, ടെസ്ല, ഒരുപാട് കമ്പനീസ് ഉണ്ട്. ലിറ്ററലി ട്രസ്റ്റ് മീ, ഒരുപാട് കമ്പനീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കമ്പനീസിലൊന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എല്ലാ പോസ്റ്റിനും നിങ്ങളോട് ചോദിക്കുന്നില്ല നിങ്ങൾക്ക് അതുണ്ടായിരിക്കണം, ഇതുണ്ടായിരിക്കണം, ഗ്രേഡ് ഉണ്ടായിരിക്കണം, ഒന്നും ചോദിക്കുന്നില്ല. ഏറ്റവും ഞാൻ കണ്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മാക്സിമം ആയിട്ട് അവർ ചോദിച്ചുള്ളത് ഒരു ബാച്ചിലേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. പക്ഷേ ബാച്ചിലേഴ്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കുള്ള ജോബും ഉണ്ട് ഇവിടെ. നിങ്ങളിപ്പം വരുന്നത്, ഞാൻ പഠിച്ചത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. സോ എനിക്ക് ക്ലാസ്സസ് വീക്ക്ലി 1-2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ജോബ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും, മന്ത്ലി സാലറി ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര ഹോളിഡേയ്സ് ഒക്കെ എടുക്കാൻ പറ്റും, നല്ല പ്രൊഫഷണൽ ജോബായിരിക്കും. നിങ്ങൾക്ക് നല്ല സാലറി കാര്യങ്ങളും ഉണ്ടാവും, നിങ്ങൾക്ക് ക്ലാസ് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്ക ദിവസവും ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഇങ്ങനത്തെ ജോബ്സ് അപ്ലൈ ചെയ്യുന്നത് കുറച്ചൊരു പ്രയാസമായിരിക്കും. ഒരു പാർട്ട് ടൈം ജോബ്സ് ആയിരിക്കും ഒന്നും കൂടെ സൂട്ടബിൾ ആവുക. പക്ഷേ എന്താ പറയുക, എന്നിട്ടും കൂടെ ഇതേമാതിരി പ്രൊഫഷണൽ ജോബ്സ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർ മാനേജ് ചെയ്യുന്നതിന് അവരെ സല്യൂട്ട് അടിക്കണം. കാരണം ചിലപ്പം ചില സമയത്ത് ചില ദിവസങ്ങൾ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെ മാനേജ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും. അങ്ങനത്തെ വർക്കും കാര്യങ്ങളും വരുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പം അതാണ് അവസ്ഥ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു 4 കമ്പനീസിൽ, മോർ ദാൻ 4 കമ്പനീസിലാണ് ഞാനിപ്പോൾ ഇതുവരെയുള്ളതിൽ വർക്ക് ചെയ്തു. 2 years BNYയിലും, ഇപ്പോൾ ഒരു കൊല്ലം സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് ഞാനിപ്പോൾ റീജോയിൻ ചെയ്തു സിറ്റി ബാങ്കിൽ. സൈറ്റിൽ എന്ന് പറഞ്ഞ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തു, PWC എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത ഫീൽഡ് KYCയിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഫൈനാൻസ് ആണ്. ബാങ്ക്സിൽ ചറപറ ഓപ്പണിങ്സ് ആണ് ഇവിടെ, ഓപ്പണിങ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അതിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഫൈനാൻസ് തന്നെ വരുന്നതാണല്ലോ അക്കൗണ്ട്സും. പക്ഷെ ഈ ഒരു ഫേംസ് ഉണ്ടാവില്ല, അതായത് ഓരോരോ കമ്പനീസ്, അതായത് അക്കൗണ്ട്സ് മാത്രമായിട്ട് പ്രോസസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അതേപോലെ ഫൈനാൻസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് അക്കൗണ്ട്സും ഉണ്ട്. പക്ഷെ ഐ മീൻ ബാങ്ക്സിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രോസസ് ചെയ്യുന്നതായിരിക്കും. അക്കൗണ്ട്സ് ഉണ്ടാവും, ഫൈനാൻസിൻ്റെ ബാക്കിയുള്ള KYC ഉണ്ടാവാം, AML ഉണ്ടാവാം, ട്രാൻസാക്ഷൻ മോണിറ്ററിങ്, അതേപോലെ തന്നെ ഓഡിറ്റിംഗ്, ഒരുപാട് പ്രോഗ്രാമിംഗ് എല്ലാ സെഗ്മെന്റ്സും ഉണ്ടാവും. പക്ഷെ ചില അക്കൗണ്ട്സ് ഫേംസ് ഉണ്ടാവും, അവർ ഈ അക്കൗണ്ട്സിൻ്റെ ഓപ്പറേഷൻസ് മാത്രമേ പോളണ്ടിൽ നടത്തുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കമ്പനീസ് ഉണ്ട് ഒരുപാട്. സോ ഞാൻ പൊതുവെ പറഞ്ഞു വരുന്നത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ പിന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോലി കണ്ടെത്താം. നല്ലൊരു റെസ്യൂമേ ഉണ്ടാക്കി, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓക്കെ. പിന്നെ എനിക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാനും വർക്ക് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹെൽപ്പോ, അതായത് ജോലി നിങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതിൽ ഒരു പുഷ് വേണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ റെസ്യൂമേ കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്ട്ലി your resume goes to the HR and they can contact you if your resume is that much good enough. അതായത് നിങ്ങളുടെ റെസ്യൂമെ അത്ര സൂപ്പറാണ്, അല്ലെങ്കിൽ അത്ര സൂപ്പർ എന്നാണെന്ന് മീൻസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന റെസ്യൂമെ ആണോ,
പിന്നെ നിങ്ങൾക്ക് നോർമലായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഒരു എക്സ്ട്രാ പുഷപ്പിലും റെഫർ ചെയ്യുന്ന സമയത്ത് കിട്ടും. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാം. ഐ വിൽ ട്രൈ ടു ഡു മൈ ബെസ്റ്റ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ളത് പറ്റും. പക്ഷേ എല്ലാ കമ്പനീസും അത് ചെയ്യുന്നില്ല. റയർ ആയിട്ടുള്ള കമ്പനീസേ ഉള്ളൂ. നാട്ടിൽ ING ബാങ്ക് ഉണ്ട്. ING ബാങ്ക് ത്രൂ ഇവിടെ പോളണ്ടിൽ വന്ന ആൾക്കാരെ എനിക്ക് തരാം. അതേപോലെ സിറ്റി ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കാണ് സിറ്റി ബാങ്ക്. അതിൽ ഇതേപോലെ ഇവിടെ വന്ന ആൾക്കാരുണ്ട്. പക്ഷേ സിറ്റി ബാങ്ക് അല്ല ഡയറക്റ്റ്ലി അവരെ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ വിപ്രോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് നാട്ടിൽ, ഇവിടെയുണ്ട്. ആ കമ്പനിയിൽ വിപ്രോയിൽ KYCയിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഓരോരോ പ്രൊജക്ട്സ് ഓരോരോ കമ്പനിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പം അവർ സിറ്റി ബാങ്കിൽ നിന്ന് ഒരു പ്രൊജക്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം വിപ്രോയിലെ നാട്ടിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1-2 കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ അവർ ഇപ്പോൾ KYCയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് പ്രൊജക്റ്റിലാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പോളണ്ടിലേക്ക് അയച്ചേക്കാം. ദർ ആർ ഹൈ പോസിബിലിറ്റി, ഹൈ ചാൻസസ്. പിന്നെ അതേപോലെ പ്രോഗ്രാമേഴ്സും മറ്റവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ TCS ടാറ്റയുടെ കമ്പനി, അതേപോലെ TCSും ആൾക്കാരെ ഇതേപോലെ ഇങ്ങോട്ട് പോളണ്ടിലേക്കൊക്കെ അയക്കുന്നുണ്ട്. ഞാനിപ്പം 1-2 ആൾക്കാരെ പരിചയപ്പെട്ടു, അവരൊക്കെ TCS ത്രൂ വന്നവരാണ് പോളണ്ടിലേക്ക്. അപ്പം ഇതൊക്കെയാണ് വർക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി സാലറി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, സോ സീ യു, ബൈ.